ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഒരു മീൻകറി ആവാം. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മീൻകറി. അതായത് ഇത് ചെറിയ അയിലയാണ്, ചെറിയ അയിലയുടെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, നമ്മുടെ കുടംപുളി എടുത്തിട്ടുണ്ട്, അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാവേ, പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാവേ. ഈ ചട്ടിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം. ഇതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ കുടംപുളിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞവടണം. കൊച്ചുള്ളി, കുടംപുളി, ഇഞ്ചി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞവടി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർക്കണം. ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി. നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ മീനൊന്ന് അതിനകത്ത് കിടന്ന് തിളയ്ക്കാൻ മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമായിട്ട് കുറച്ചുകൂടെ ഒഴിക്കാം, ഇത്രയും മതിയാകും. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുരുട്ടി കൊടുക്കാം, നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ അരപ്പ് ഈ മീനിനെ പുറത്തേക്കെല്ലാം ഒന്നാകും. എന്നിട്ട് നമുക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം അരപ്പിലൊക്കെ ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തേങ്ങയൊന്ന് കൈ കൊണ്ട് ഞവടി കൊടുക്കണം കേട്ടോ. അതിലുള്ള പാലും കൂടി ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകട്ടെ.